മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 29/9/1958 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. അശ്വതിയാണ് നക്ഷത്രം. അശ്വതി 1-ാം പാദം. മേടലഗ്നം. ലഗ്നത്തിൽ ചന്ദ്രൻ, ഗുളികൻ. 2-ൽ കുജൻ. 3, 4, 5 ഭാവങ്ങൾ ശൂന്യം. 6-ൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, രാഹു. 7-ൽ വ്യാഴം. 8-ൽ ശനി. 9, 10, 11 ഭാവങ്ങൾ ശൂന്യം. 12-ൽ കേതു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ലഗ്നത്തിൽ ചന്ദ്രൻ, ഗുളികൻ. അസ്വസ്ഥമായിട്ടുള്ള മനസ്സിൻ്റെ കാരകഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രനോടൊത്ത് നിരവധി വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ചന്ദ്രനോടൊത്ത് ഗുളികൻ, അതല്ല എങ്കിൽ രാഹു, അതല്ല എങ്കിൽ ശനി, അതല്ല എങ്കിൽ കേതു, അതല്ലെങ്കിൽ ചന്ദ്രൻ നീചനായി നിൽക്കുക. ഇത്തരം അവസ്ഥയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരം വ്യക്തികൾക്ക് മനസ്സെപ്പോഴും കലുഷിതമായിരിക്കും. ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഇത്തരം വ്യക്തികളിൽ സഹജമായി തന്നെ കാണാറുണ്ട്. അപ്പോൾ ആത്മഹത്യ ടെൻഡൻസിയൊക്കെയുള്ള ആത്മഹത്യാ ശ്രമങ്ങളൊക്കെ നടത്തുന്ന, ചിന്തിക്കുന്ന ആളുകളുടെ ലഗ്നാൽ 5-ാം ഭാവാധിപൻ ഒരു പക്ഷേ ഭരിക്കുന്നത് ചന്ദ്രനാവാം. അതിനോടൊത്ത് ഇതുപോലെ ഗുളികൻ അല്ലെങ്കിൽ ശനി, രാഹു പോലെ, കേതു പോലെയുള്ള അവസ്ഥകളൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് ആത്മഹത്യാ പ്രേരണ അല്ലെങ്കിൽ ആത്മഹത്യാ ചിന്തകൾ ഏറെ അധികമായിരിക്കും. അത്തരം ആളുകൾ വിളിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഉറപ്പിച്ച് തന്നെ പറയുന്നത്. എന്നാൽ അതിലേക്ക് എല്ലാവർക്കും 5-ാം ഭാവാധിപൻ ചന്ദ്രനാവുകയും ഗുളികൻ, ശനി പോലെയുള്ള അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്നൊന്നും അതിനർത്ഥമില്ല. അതിലേക്ക് ശുഭഗ്രഹ ദൃഷ്ടി, പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെയൊക്കെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ അതിനെ ഒരു 50-60% വരെ ബ്ലോക്ക് ചെയ്ത് നിർത്തും. അത്തരം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ. ഇങ്ങനെ വേണം അതിനെ എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ 2-ൽ നിൽക്കുന്നു, ധനസ്ഥാനത്ത്. 2-ാം ഭാവാധിപൻ നീചനാണ്. ശുക്രൻ രാഹുവിനോടൊത്ത്, ശത്രുവായ സൂര്യനോടൊത്ത്, സ്വന്തം ക്ഷേത്രത്തിൽ കന്നിയിൽ നിൽക്കുന്ന ബുധനോടൊത്ത് നിൽക്കുന്നു. കുജൻ 2-ൽ നിൽക്കുന്നു, ധനസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവിടേക്ക് ഗുളികൻ്റെ നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ 2-ലേക്കും 12-ലേക്കുമാണ് തൻ്റെ ദൃഷ്ടി നടത്താറ്. അപ്പോൾ ലഗ്നത്തിന് ഗുളികൻ്റെ ബന്ധം വന്നു, ലഗ്നാധിപനും ഗുളികൻ്റെ ബന്ധം വന്നു. ഇത് രണ്ടും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഉയർച്ച, അതല്ല എങ്കിൽ നേട്ടങ്ങൾ, അത് വ്യക്തിപരമായിക്കോട്ടെ, ധനപരമായിക്കോട്ടെ, ജോലി സംബന്ധമായിട്ടൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം അല്ലെങ്കിൽ തർക്കം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ അനാവശ്യമായിട്ടുള്ള സമയങ്ങളിൽ, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലൊക്കെ വന്നു കയറുന്ന ഒരവസ്ഥ ഇത്തരം ആളുകൾക്ക് പൊതുവെ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. ഗുളികൻ തീർച്ചയായും ബ്ലോക്കുകൾ ഉണ്ടാക്കും. ലഗ്നത്തിലെ ഗുളികനെ പ്രത്യേകിച്ചും ചന്ദ്രനോടൊത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക തന്നെ വേണം. ഒരു ഇമോഷണൽ ബാലൻസിങ് എന്ന് പറയുന്ന പ്രക്രിയ ഇവിടെ കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ചിന്തിക്കേണ്ടുന്ന കാര്യമായിരിക്കില്ല ചിന്തിക്കേണ്ടുന്ന സമയത്ത് ചിന്തിക്കുന്നത്. തോന്നിയതുപോലെ നേരെ വിപരീതമായി ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ജീവിതത്തെ കൊണ്ടുപോവുകയും അവിടെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും, അല്ലെങ്കിൽ ചെയ്യണം എന്നൊരർത്ഥം കൂടെ ലഗ്നത്തിൽ ചന്ദ്രനോടൊത്ത് നിൽക്കുന്ന ഗുളികൻ, പ്രത്യേകിച്ചും ലഗ്നാധിപനിലേക്കും ദൃഷ്ടി ചെയ്യുന്ന ഗുളികൻ ഇവിടെ അർത്ഥമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ധനസ്ഥാനത്ത് കുജനും ധനസ്ഥാനത്തിൻ്റെ അധിപൻ നീചനായി ശത്രുവായ സൂര്യനോടൊത്ത്, ബുധനോടൊത്ത്, വർഗോത്തമം ചെയ്ത രാഹുവിനോടൊത്ത് നിൽക്കുന്നു. വ്യയസ്ഥാനത്തേക്കും ധനസ്ഥാനത്തേക്കും ഗുളികൻ്റെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ ധനപരമായിട്ടുള്ള ബ്ലോക്ക്സ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ രൂപത്തിൽ ഈ വ്യക്തിയെ അലട്ടാം. അതിനുള്ള ജാഗ്രത, ചിന്താശേഷി, ആലോചന നടത്തി തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ തന്നെ പൊതുവെ ശുക്രൻ നീചനായിട്ടിരിക്കുകയും അത് രാഹു പോലെയുള്ള ശക്തനായ ഛായാഗ്രഹവുമൊത്ത് വർഗോത്തമം ചെയ്തു നിൽക്കുന്ന രാഹു ഒക്കെ നിന്ന് കഴിഞ്ഞാൽ വിവാഹ സംബന്ധമായും എന്തെങ്കിലുമൊക്കെ ദുരനുഭവങ്ങൾ ഉണ്ടാവുകയും അതിന് ഈ വ്യക്തി തന്നെ കാരണക്കാരനാവുകയും ചെയ്യും. കാരണം ചന്ദ്രൻ ഗുളികനോടൊത്ത് നിൽക്കുന്നു. മാത്രവുമല്ല, മനസ്സിൻ്റെ സ്ഥാനം, അതായത് സന്താന സ്ഥാനവും മനസ്സിൻ്റെ സ്ഥാനവും ലഗ്നാൽ 5. 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാണ് സൂര്യൻ. നീചനായ ഒരു ഗ്രഹം ശുക്രനോടൊത്ത് രാഹുവിനോടൊത്താണ് നിൽക്കുന്നത്. അപ്പോൾ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ കറക്റ്റ് ആയിരിക്കില്ല, ശരിയായ വിധത്തിൽ ആയിരിക്കില്ല. നല്ലത് ചിന്തിക്കേണ്ടുന്ന സമയത്ത് ഈഗോ പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തകൾ ഓടുകയും പോവുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് മോശമായിട്ടുള്ള അനുഭവങ്ങൾ വിവാഹ ജീവിതത്തിലും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഇദ്ദേഹം വിവാഹം കഴിക്കുന്നയാൾ ലഗ്നാൽ 7-ൽ വ്യാഴം, സൽസ്വഭാവിയായിട്ടുള്ള ധർമ്മബോധമുള്ള, എത്തിക്സുള്ള ഭർത്താവ് തന്നെ ലോകമെന്ന് വിചാരിക്കുന്ന ഒരാളുമാണ്. പക്ഷേ ആ വ്യക്തിയോട് പോലും സ്വതസിദ്ധമായ രീതിയിൽ, ശൈലിയിൽ നന്മയോടെ മാത്രം പെരുമാറാൻ ഈ വ്യക്തിക്ക്
കഴിയില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ അല്പം സൂത്രബുദ്ധിയോടെ കൗശല ബുദ്ധിയോടെയൊക്കെ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് അങ്ങനെ തന്നെയാണ്. അതുപോലെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും 5-ാം ഭാവാധിപൻ വർഗോത്തമം ചെയ്തു നിൽക്കുന്ന രാഹു നീചനായ ഗ്രഹം ശുക്രനോടൊത്ത് പ്രത്യേകിച്ചും സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ സന്താനങ്ങളുമായുള്ള ബന്ധത്തിലും വിള്ളലുകൾ, ഡീപ്പർ ലെവൽ വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതും അങ്ങനെ തന്നെയാണ്. സന്താനങ്ങളോട് 100% അല്ലെങ്കിൽ അതിൻ്റെ പകുതി പോലും ഒരു സ്നേഹം വാത്സല്യമൊന്നും കാണിക്കുന്ന ഒരു സ്വഭാവം ഇദ്ദേഹത്തിനില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ദുരനുഭവങ്ങൾ ഈ വ്യക്തിക്ക് അനുഭവിക്കുന്നുമുണ്ട്. അപ്പോൾ അതിനുതകുന്ന ഒരു ഗ്രഹനില തന്നെയാണ് ഇദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സഹോദര സ്ഥാനം ലഗ്നാൽ 3 വ്യാഴത്തിൻ്റെ 9-ാം ദൃഷ്ടിയിൽ നിൽക്കുന്ന രാശിയിൽ നിന്നും വ്യാഴം 5, 7, 9 ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അതാണ് ഗുളികൻ്റെ ബ്ലോക്കുകളെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുകയും ചന്ദ്രനെ ആക്റ്റീവായി കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയുമെങ്കിലും നേട്ടങ്ങൾ, കുറേയധികം നേട്ടങ്ങൾ ജീവിതത്തിൽ ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെല്ലാം വ്യാഴത്തോട് കടപ്പെട്ടിരിക്കേണ്ടതുമാണ്. പറഞ്ഞു വന്നത്, വ്യാഴം സഹോദര സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു. 3-ാം ഭാവാധിപൻ ബുധൻ രാഹുവിനോടൊത്ത് നിന്ന് കഴിഞ്ഞാൽ നീചനായ ഗ്രഹം ശുക്രനും അവിടെ ഉണ്ട്. അപ്പോൾ സൂത്രബുദ്ധിക്കാരായ കൗശലം പ്രയോഗിക്കുന്ന തന്ത്രശാലികളായ സഹോദരങ്ങൾ ഉണ്ടാകും. സഹോദരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് വൈമനസ്യം ഉണ്ടാവുകയില്ല. കാരണം വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നും 9ലേക്ക് എന്ന് വെച്ചാൽ ലഗ്നാൽ 3ലേക്ക് സഹോദര സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു. എന്നാൽ അവരിൽ നിന്നും തിരിച്ചു കിട്ടുന്ന അനുഭവം എന്ന് പറയുന്നത് അത്ര ഭംഗിയുള്ളതായിരിക്കില്ല, അല്ലെങ്കിൽ അത്ര നല്ലതുമായിരിക്കില്ല. അതും അങ്ങനെ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ പണവും ഇദ്ദേഹത്തിൻ്റെ സമയവും ഇദ്ദേഹത്തിൻ്റെ ചിന്തകളും ചെലവാക്കി സഹോദരങ്ങളെ സംരക്ഷിക്കുക വഴി അവരിൽ നിന്നും കിട്ടുക മോശമായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയായിരിക്കും, അല്ലെങ്കിൽ പുറകിൽ നിന്നുള്ള കുത്തുകളായിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. ഇത് ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. അതുപോലെ ഇവിടെ 10-ാം ഭാവാധിപനാണ് ശനി. കുജൻ്റെ ക്ഷേത്രത്തിൽ കുജൻ്റെ ദൃഷ്ടിയോടുകൂടി നിൽക്കുന്നു. എങ്ങനെയുള്ള കുജൻ? ഗുളികൻ്റെ 2-ാം ദൃഷ്ടിയിൽ നിൽക്കുന്ന കുജൻ, രാഹുവിൻ്റെ 9-ാം ദൃഷ്ടിയിൽ നിൽക്കുന്ന കുജൻ. അപ്പോൾ ഇത്തരം വ്യക്തികൾ പൊതുവേ ശനിയുടെ ദശ അപഹാരം, കുജൻ്റെ ദശ അപഹാരമൊക്കെ വരുന്ന സമയത്ത് പരസ്പരം ദൃഷ്ടിയാണ്. കുജൻ ശനിയിലേക്കും ശനി കുജനിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം വ്യക്തികൾ ശനിയുടെ അപഹാരം, കുജൻ്റെ അപഹാരം, ശനിദശ കുജദശയൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് തന്നെ എടുത്തുചാട്ടങ്ങൾ ഒഴിവാക്കി ആലോചിക്കേണ്ടുന്ന കാര്യങ്ങൾ സമയമെടുത്ത് ആലോചിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. അതല്ല എങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ മുൻപ് സർക്കാർ ജോലി ചെയ്യുകയും അതിൽ നിന്ന് പിന്നീട് മാറി ബിസിനസ്സിലേക്ക് കാലോചിതമായി വരികയും ചെയ്തിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. ഇത്തരം വ്യക്തികൾക്ക് തൊഴിൽ സംബന്ധമായ സ്ഥലങ്ങളിൽ അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ബിസിനസ് സംബന്ധമായിട്ടുള്ള തൊഴിലിടം, കർമ്മസ്ഥാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള മനസ്സിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, ധനപരമായിട്ടുള്ള അല്പം ചെലവ് സ്വഭാവം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതങ്ങനെ തന്നെയാണ്. കാരണം വ്യയസ്ഥാനം 12, ലഗ്നാൽ 12, കേതു നിൽക്കുന്നു. രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടി, സൂര്യൻ, ബുധൻ, നീചനായ ശുക്രൻ എന്നിവയെല്ലാം തന്നെ 12ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അതുപോലെ തന്നെ ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടിയും ലഗ്നാൽ 12ലേക്കുണ്ട്. കാരണം ലഗ്നത്തിൽ തന്നെയാണ് ഗുളികൻ നിൽക്കുന്നത്. അപ്പോൾ ചെലവുകൾ കൂടിയിരിക്കും. തീർത്തും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചെലവുകളോ വലിയ ചെലവുകളോ ഒക്കെ വന്ന് കയറാനുള്ള സാധ്യത ഇത്തരം വ്യക്തികൾക്ക് വളരെ കൂടുതലാണ്. അത് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യവുമാണ്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ അശ്വതിയാണ് നക്ഷത്രം. കേതു ദശയിൽ ജനിച്ചു. 64 വരെ കേതു, ശേഷം 20 കൊല്ലം ശുക്രൻ, ശേഷം 6 കൊല്ലം സൂര്യൻ, ശേഷം 10 കൊല്ലം ചന്ദ്രൻ, ശേഷം 7 കൊല്ലം കുജൻ, അതായത് ചൊവ്വ, ശേഷം രാഹു, അതായത് 2025 ഡിസംബർ 7 വരെ, അതിനുശേഷം വ്യാഴം 2041 വരെ, ശേഷം ശനി, ബുധൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ഇപ്പോഴത്തെ അപഹാരം എന്ന് പറയുന്നത് രാഹുദശയിൽ കുജൻ്റെ അപഹാരമാണ്. നേരത്തെ പറഞ്ഞ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുജൻ, രാഹുവിൻ്റെ 9ാം ദൃഷ്ടിയിൽ നിൽക്കുന്ന കുജൻ, ഗുളികൻ്റെ 2ാം ദൃഷ്ടിയിൽ നിൽക്കുന്ന കുജൻ, ശനിയുടെ 7ാം ദൃഷ്ടിയിൽ നിൽക്കുന്ന കുജൻ വളരെ 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 ശ്രദ്ധിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എടുക്കുന്ന തീരുമാനങ്ങൾ, കാണുന്ന പുതിയ വ്യക്തികൾ, ബന്ധങ്ങൾ, എല്ലാത്തിലും ചെലവുകൾ, വീഴ്ചകൾ, മുറിവുകൾ, ചതവുകൾ പോലെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു അധിക ശ്രദ്ധ, ജാഗ്രത എടുത്ത് തന്നെ വേണം ഇത്തരം വ്യക്തികൾ ഈ സമയത്തെ നേരിടാനായിട്ട്. കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ കൂടെ ചെയ്തു വേണം ഇത്തരം വ്യക്തികൾ ഈ സമയത്തെ കടത്തിവിടാനായിട്ടും. വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. 18 കൊല്ലം കൊണ്ടുള്ള രാഹുദശ അടുത്ത മാസം 7-ാം തീയതി തീരുന്നു. കുജൻ്റെ അപഹാരമാണ് നടക്കുന്നത്. കുജൻ വളരെ മോശാവസ്ഥയിലാണ് നിൽക്കുന്നത്. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയില്ലാതെ ശനിയുടെ 7ാം ദൃഷ്ടിയിൽ, ഗുളികൻ്റെ 2ാം ദൃഷ്ടിയിൽ, രാഹുവിൻ്റെ 9ാം ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. ശ്രദ്ധിക്കേണ്ടുന്ന വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് ഈ വ്യക്തി
കടന്നു പോകുന്നത് എന്നും മനസ്സിലാക്കുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.